നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. നല്ലൊരു തിങ്കളാഴ്ച എല്ലാവർക്കും ആശംസിക്കുകയാണ്. 2025 വിട പറയാൻ ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. 2025 ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതെല്ലാം സന്തോഷത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം അത് മനോഹരമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചെന്ന് സമ്മതിച്ച് CPM. പത്മകുമാർ അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാതിരുന്നത് എതിരാളികൾ വൻതോതിൽ പ്രചരിപ്പിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെയും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. കർണാടകയിലെ മടിക്കേരിയിൽ ജ്വല്ലറിയിൽ നിന്നും കോടികളുടെ സ്വർണം കവർന്നു. ബൈക്കിലെത്തിയ 3 അംഗ സംഘം കവർച്ച നടത്തിയത് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. 2 കിലോയിലധികം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി സംശയം. കാസർഗോഡ് ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയിൽ. റഷ്യ യുക്രൈൻ യുദ്ധം നീളില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 20 സമാധാന പദ്ധതിയിലെ ചർച്ചകൾക്ക് പുരോഗതി. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഫ്ലോറിഡയിൽ. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചു ട്രംപ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പ്രഹരമേറ്റെന്ന് ആദ്യമായി പരസ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ. വ്യോമതാവളം തകർന്നുവെന്ന് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ. സൈനിക സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 36 മണിക്കൂറിൽ ഇന്ത്യ അയച്ചത് 80 ഡ്രോണുകളെന്നും ഇഷാഖ് ദാർ. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. CPM BJP ധാരണ എന്ന UDF പ്രചരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കിട്ടി. ഇതിന് കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതാണെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ പറഞ്ഞു. ശബരിമല സംഭവത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാതിരുന്നത് എതിരാളികൾ വൻതോതിൽ പ്രചരിപ്പിച്ചു. ഇത് സമൂഹത്തിൽ സംശയത്തിനിടയാക്കി. ഇടത് സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് പുറത്തുവന്ന സ്വർണ്ണക്കൊള്ളയും വ്യാഖ്യാനങ്ങൾക്ക് ആക്കം കൂട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലസ്യം വിനയായെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതോടെ ജയം ഉറപ്പിച്ചായിരുന്നു പ്രവർത്തനം. ഇത് പ്രവർത്തകരെ അലസരാക്കി. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഒരു പരിധിവരെ CPMന്റെ ഈ നിരീക്ഷണങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ പറയാം. ഇനി എങ്ങനെയാണ് CPM അടുത്ത തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? അനുശ്രീ, കഴിഞ്ഞ ദിവസമാണ് CPM സംസ്ഥാന സമിതി ചേർന്നത്. ഇന്നും ചേരുന്നുണ്ട്. പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് നടന്നത്. അതിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടായി എന്ന വിലയിരുത്തൽ യോഗത്തിലുണ്ടായി. PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉയർന്നുവെന്നു. നമുക്കറിയാം, ഇടതുമുന്നണിയിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ വിഷയമായിരുന്നു PM ശ്രീ. അത് ഇടതുമുന്നണിയോ മന്ത്രിസഭയോ അറിയാതെ രഹസ്യമായി ഒപ്പിട്ടു എന്ന വിമർശനമാണ് CPIയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. CPI കടുത്ത എതിർപ്പ് ഉയർത്തുന്ന സമയത്താണ്, അതായത് ഇത് PM ശ്രീയിലേക്ക് പോകേണ്ടതില്ല, അത് RSSന്റെ നയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ്, അതുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടരുത് എന്ന നിലപാട് CPI ശക്തമായി എടുത്തു നിൽക്കുമ്പോഴാണ് വളരെ രഹസ്യമായി അങ്ങനെ ഒരു നീക്കമുണ്ടായതായി പിന്നീട് പുറത്തു വരികയും അത് വലിയ വിമർശനങ്ങളും മുന്നണിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്കും വഴിവെച്ചത്. അതേ കാര്യം CPMലെ ഒരു വിഭാഗം കൂടി ഇപ്പോൾ എടുത്തു കാട്ടുന്നുവെന്നതാണ്. PM ശ്രീ ഒപ്പുവെച്ചത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ആ സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാകട്ടെ ഈ VCമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഒരു പോരിൽ ഏർപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീയുടെ ഫണ്ട് ലഭിക്കാനെന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന പേരിൽ PM ശ്രീ ഒപ്പിടുന്ന നിലയുണ്ടായത്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ 2 തരത്തിലുള്ള നിലപാട് എടുക്കുന്ന രീതി ഉണ്ടായി എന്ന വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. അതുതന്നെയാണ് CPM സംസ്ഥാന സമിതിയിലും വലിയ ചർച്ചയായി ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ചർച്ചയുണ്ടായത്. അതിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോകുന്ന നിലയുണ്ടായി. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തിട്ടും റിമാൻഡിൽ പോയിട്ടും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകാത്തത് തിരിച്ചടിയായെന്ന തരത്തിലും
ചില അംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളുണ്ടായി. ആലസ്യത്തിലേക്ക് പ്രവർത്തകർ പോയി, അതായത് തുടർ വിജയങ്ങൾ, മൂന്നാം പിണറായി സർക്കാരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു പ്രതീതിയിൽ പാർട്ടി ഉണ്ടായിരുന്നു. മാത്രമല്ല ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയെങ്കിലും അതിൻ്റെ പ്രചാരം വലിയ തോതിൽ ഉണ്ടായില്ല. ജയം ഉറപ്പാണ് എന്ന ഒരു ധാരണയിൽ ആലസ്യത്തിലേക്ക് പ്രവർത്തകർ പോയി. അത് തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി എന്ന ഒരു വിമർശനം. അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഉയർന്നു വന്നു. പാർട്ടി സംവിധാനം, പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം ഊർജിതമായി പ്രവർത്തിച്ചില്ല. എതിരാളികളുടെ അവരുടെ അറ്റാക്കിനെ നേരിടുന്ന പാകത്തിനുള്ള പ്രവർത്തനം സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷമായിരിക്കും CPM-ൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം അങ്ങനെ അധികം വിമർശിക്കുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM നേതൃത്വമോ എടുക്കുന്ന തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് വലിയ ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തയ്യാറായിരുന്നില്ല. ഈ ഒരു കുറേ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ CPM-ൽ അങ്ങനെ ഒരു വിമർശനാത്മകമായ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ CPM സമിതിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി, തിരുത്തലുണ്ടാകണം എന്ന കാര്യം തന്നെയാണ്. കാരണം കനത്ത തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതാണ്. പക്ഷേ ശബരിമലയുടെയൊക്കെ കാര്യത്തിൽ മറ്റ് വിഷയങ്ങൾ കൂടി അംഗങ്ങൾ ഉന്നയിച്ചു. അയ്യപ്പ സംഗമം നടത്തിയത്, അതും ഒരു ഇടത് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനുണ്ടായ വ്യാഖ്യാനം മറ്റു തരത്തിലാണ്. അതിന് പിന്നാലെയാണ് സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് ആഘാതം കൂട്ടിയെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ അംഗങ്ങൾ പറഞ്ഞു. അനുശ്രീ, വിനോദ്, ഒരു തരത്തിൽ CPM സംസ്ഥാന സമിതിയിൽ ഇന്നലെ ഉണ്ടായ കണ്ടെത്തലുകളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ CPM-ന് വൈകി ഉദിച്ച ഒരു വൈകി വന്ന കണ്ടെത്തലുകളാണ്, വൈകി വന്ന ഒരു ബോധോദയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നോക്കിക്കാണുന്നു? ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി എന്നാണ് CPM-ന്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ആ തെറ്റിദ്ധാരണയെ മാറ്റാൻ CPM എന്തൊക്കെ നടപടികളാകും സ്വീകരിക്കുക? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഇന്നലെ നടന്നിരുന്നോ? അനുശ്രീ, പ്രധാനമായും ഇനി മാസങ്ങൾ മാത്രമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം പന്തിയല്ല എന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൂടുതൽ ഗൗരവതരമായ സാഹചര്യത്തിലേക്ക് കൂടി പോയി പരിശോധിക്കേണ്ട ഒരു നില ഉണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ CPM-നൊപ്പം നിന്നതാണ്. ആ വോട്ടുകളാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം മാറിപ്പോകുന്നത്. ഹൈന്ദവ വോട്ടിൽ വലിയൊരു വിഭാഗവും കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. അത് BJP-ക്കും അങ്ങനെ ഹൈന്ദവ വോട്ടുകൾ ലഭിക്കുകയും തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ട്. തൃപ്പൂണിത്തുറയിലും അങ്ങനെ അധികാരത്തിലെത്തുന്നു. നിരവധി പഞ്ചായത്തുകളിലേക്ക് BJP കടന്നുകയറ്റം നടത്തുന്നു. ഇവിടെയെല്ലാം നഷ്ടമുണ്ടാകുന്നത് CPM-നാണ്. ഈ ഒരു അപകടം CPM തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത്, ഒരു വശത്ത് CPM-ഉം മറുവശത്ത് BJP-യും വളരുമ്പോൾ കോൺഗ്രസ് ദുർബലപ്പെടും എന്നതാണ്. CPM-ൻ്റെ അണികൾ പോലും അത്തരമൊരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു. ഒരു തവണ കൂടി ഇടത് സർക്കാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിന് ക്ഷീണമുണ്ടാകുകയും കോൺഗ്രസ് സംസ്ഥാനത്തും ശിഥിലമാകുകയും ചെയ്യും എന്ന ഒരു വിലയിരുത്തൽ, അത് BJP-യെയും CPM-നെയും ശക്തിപ്പെടുത്തും. ആ നിലയ്ക്കായിരുന്നു CPM അണികളിൽ പോലും വലിയൊരു വിഭാഗത്തിൻ്റെ ചിന്താഗതി. പക്ഷേ അവിടെയാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് വലിയ തോതിൽ സംസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കിയ നിലയാണ്. ഇത് അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഉണ്ടായാൽ ഒരുപക്ഷെ CPM-ന് പിന്നീടുള്ള സമയം അത്ര കണ്ട് സുഖകരമായിരിക്കില്ല. ഒരു തിരിച്ചുവരവിന് വേണ്ടി വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തേണ്ടി വരും. ആ അപകടം കൂടി CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആലസ്യം വെടിഞ്ഞ് കൂടുതൽ പ്രചരണത്തിലേക്ക് ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ജനങ്ങളിൽ എത്തിക്കണം, കൂടുതലായി എത്തിക്കണം എന്ന നിലയിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ശബരിമല അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങൾ ഇടത് സർക്കാർ നടത്തുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ചലനങ്ങളെക്കുറിച്ചും ഗൗരവതരമായ ചർച്ചകൾ ഉണ്ടായി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇടത് സർക്കാർ അങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന് വ്യാഖ്യാനങ്ങൾ പലതുണ്ടാകും. ഒരുപക്ഷെ വിശ്വാസികൾക്ക് എല്ലാ സംരക്ഷണവും അവരുടെ വിശ്വാസത്തെ കരുതുന്ന സംരക്ഷിക്കുന്ന നിലപാടുകളൊക്കെ തന്നെ ഇടത് പാർട്ടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ നേരിട്ടുള്ളൊരു അയ്യപ്പ സംഗമം പോലൊരു പരിപാടിയിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും ഇടത് പാർട്ടികളുടെ നയം ചോദ്യം ചെയ്യപ്പെടും, ആശയം ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയുള്ള
അവ്യക്തത വോട്ടർമാർക്കിടയിൽ ഉണ്ടാകും, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നതും. മറ്റൊന്ന് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. BJPയെ നഖശിഖാന്തം എതിർക്കുന്നു, RSSനെ സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ അത് ഒപ്പിടുന്ന നിലയുണ്ടായി. ആ ഒപ്പിട്ട ശേഷവും ആ വിവരം പറയാതെ പിന്നീടുള്ള മന്ത്രിസഭാ യോഗത്തിലും CPIയുടെ പ്രതിനിധികൾ ഇതിനെ എതിർക്കുമ്പോൾ നിശബ്ദത പാലിച്ചു എന്ന കാര്യമാണ്. പിന്നീടാണ് ഇത് ഒപ്പിട്ട വിവരമൊക്കെ പുറത്തു വരുന്നത്. അത് CPIക്ക് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. സ്വാഭാവികമായും ഇടത് പ്രവർത്തകരെയും അല്ലെങ്കിൽ ഇടത് അനുഭാവികളായിട്ടുള്ള ആളുകളെയുമൊക്കെ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട ഒരു സംഗതി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുമായി പോരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് പിന്നീട് ആ കാര്യവും സെറ്റിലാകുന്നു, അല്ലെങ്കിൽ ഗവർണർ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ചർച്ചയിൽ ഒത്തുതീർപ്പിലേക്ക് പോകുന്നു, സമവായത്തിലെത്തുന്നു. ഓരോ VCമാരെ 2 VCമാരുള്ളതിൽ ഒരാൾ ഗവർണറും ഒരാൾ മുഖ്യമന്ത്രിയും തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തീരുമാനിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തുതീർപ്പിലേക്ക് പിന്നീടാണ് എത്തുന്നത്. പക്ഷേ ആദ്യം കാലങ്ങളോളം ഗവർണറും സംസ്ഥാന സർക്കാരും VCമാരുടെ നിയമനത്തിൽ പോരടിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഗവർണറുമായുള്ള ആ പോര് തുടരുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീയുടെ പേരിൽ അങ്ങനെ കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തിയത്. ഇതെല്ലാം തന്നെ വിരോധാഭാസമാണ് എന്ന കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ഉയർന്നു വന്നത്. അനുശ്രീ. ശരി വിനോദ്, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നേരിടുന്നത് വലിയ പ്രതിസന്ധി. ഡിണ്ടിഗലിൽ ചോദ്യം ചെയ്ത വ്യക്തി യഥാർത്ഥ ഡീമണിയാണോ എന്നതിൽ പോലും വ്യക്തത കൈവന്നിട്ടില്ല. തമിഴ്നാട് വ്യവസായിയോട് 4-നോ 5-നോ തിരുവനന്തപുരത്ത് ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും ഇയാൾ എത്തുമോ എന്നതും കണ്ടറിയണം. VV വിനോദ് തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, തുടക്കത്തിൽ ഈ ഡീമണിയെ കണ്ടെത്തിയപ്പോൾ ഇനി ഉന്നതരിലേക്ക് എത്താൻ SITക്ക് അധിക ദൂരം പിന്നിടേണ്ടതില്ല എന്ന തരത്തിലുള്ള പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴിതാ കണ്ടെത്തിയ ഡീമണി തന്നെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇനി SITയുടെ നീക്കം എങ്ങനെയായിരിക്കും? അനുശ്രീ, ഈ ഡിണ്ടിഗൽ സ്വദേശിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും താൻ ഡീമണി അല്ല എന്ന നിലയിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി തന്നെ ഈ കേസിൻ്റെ പേരിൽ പീഡിപ്പിച്ചാൽ താൻ ജീവനൊടുക്കുമെന്ന തരത്തിലൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയ ഡീമണി എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഡിണ്ടിഗലിൽ പ്രതികരിച്ചത്. മാത്രമല്ല, ഈ കണ്ടെത്തിയ ആൾ ഡീമണിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4-നോ 5-നോ ഇയാളോട് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്താൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ എത്തുമോ എന്ന കാര്യവും വ്യക്തമല്ല. മാത്രമല്ല, ഇയാളല്ല ഡീമണിയെങ്കിൽ യഥാർത്ഥത്തിൽ ഇയാളുടെ ഒരു സുഹൃത്താണെന്ന് ഇയാൾ പറയുന്നുണ്ട്. ബാലമുരുകൻ എന്നൊരു സുഹൃത്ത് തനിക്ക് ഉണ്ട്, അതാണ് ഡീമണി എന്ന നിലയിലാണ് ഇയാൾ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ആ ഡീമണിയുടെ സിം MS മണി എന്ന താൻ ഉപയോഗിക്കുന്നു എന്ന കാര്യമൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ നമ്മുടെ പ്രതിനിധികളുമായിട്ടൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഇയാളുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നത് വ്യക്തമല്ല. മാത്രമല്ല, അന്വേഷണ സംഘവും ആ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇനി ഇയാൾ ചോദ്യം ചെയ്യലിന് പോലും കേരളത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാളല്ല ഡീമണിയെങ്കിൽ സ്വാഭാവികമായും യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സമയമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. കാരണം ഇയാളെ ചോദ്യം ചെയ്യാൻ കാലതാമസമുണ്ടായാൽ ആ കാലതാമസത്തിനുള്ളിൽ തങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്താതിരിക്കുന്നതിന് യഥാർത്ഥ പ്രതികൾ രാജ്യം വിടാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. ആ ഒരു അവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് ഡീമണി അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഈ വ്യക്തിയെ, തമിഴ്നാട് വ്യവസായിയെ വളരെ പെട്ടെന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ 4-നോ 5-നോ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഇനി അത് അടുത്ത മാസം 4-ഓ 5-ഓ എന്ന് പറയുമ്പോൾ ഇനിയും ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ അന്വേഷണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് നിശ്ചിതമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഈ കൂടുതൽ സമയം കുറ്റവാളികൾക്ക് കിട്ടുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യത്തിനിടയാക്കുമെന്ന വിമർശനം ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ അന്വേഷണം ഇനി എത്ര ദൂരം പോകും, SITയുടെ കൈകളിലൂടെ എത്ര ദൂരം പോകുമെന്നതിനും മറുപടി കിട്ടേണ്ടതുണ്ട്. കാരണം ഇതൊരു അന്താരാഷ്ട്ര സ്വർണ്ണ വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടാണ് നടന്നതെന്ന ചില മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ കടന്നുവരവ് കൂടുതലായി ഉണ്ടാകും. ED ഇതിനകം തന്നെ ഈ കേസിൽ രേഖകൾ ശേഖരിക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയുമാണ്. CBIയുടെ അന്വേഷണം കൂടി ഉണ്ടായേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നു. മാത്രമല്ല,
പൂർണ്ണമായും ഇത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോകുമെന്ന നിലയാണുള്ളത്. അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ SITയുടെ അന്വേഷണം ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ നേരിടുന്നു എന്ന് പറയേണ്ടി വരുന്നത്. മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ കൂടുതൽ നടപടിയില്ല എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുമ്പോൾ 2 ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അവർ ഇതുവരെ എത്തിയിട്ടില്ല. അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ വിജിലൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ തീരുമാനമായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്ന നിലയിലാണ് അവർ ഉള്ളത്. ഏതായിരുന്നാലും ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നില തന്നെയാണ് ഉള്ളത്. അനുശ്രീ, വിനോദ്, SITക്ക് മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ഇപ്പോൾ കണ്ടെത്തിയ ഡീമണി അല്ലെങ്കിൽ യഥാർത്ഥ ഡീമണിയെ കണ്ടെത്തുക എന്നത് SITയുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും SIT മുന്നോട്ട് നയിക്കുക? ഇനി യഥാർത്ഥ ഡീമണിയെ കണ്ടെത്തിയാൽ തന്നെ അയാളെ ചോദ്യം ചെയ്ത് മറ്റു പ്രതികളിലേക്ക് എത്തുമ്പോൾ വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയം കൂടി കിട്ടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും അതുതന്നെയാണ് ഇവിടെ ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. കാരണം കൂടുതൽ സമയം ഇവർക്ക് ഹാജരാകാനുള്ള നോട്ടീസിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായും യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം തന്നെയാണ് ഒരുങ്ങുന്നത്. കാരണം തങ്ങളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുന്നുവെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാവുകയും രാജ്യം വിടാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് അതിനുള്ള സമയം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ അന്തർ സംസ്ഥാന ഇടപാടുകളായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഡിണ്ടിഗലിൽ പോലും അങ്ങനെ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ സഹായം കാര്യമായി ലഭിച്ചോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്, വിവരങ്ങളാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും ഈ ഡി മണി എന്ന നിലയിൽ കണ്ടെത്തിയാൽ താൻ ഡി മണി അല്ല എന്ന് പറയുന്നു. അതിലൊരു സ്ഥിരീകരണത്തിന് പോലും ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിശദീകരണം ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നിട്ടില്ല. ഡി മണിയാകട്ടെ അല്ലെങ്കിൽ ഡി മണി എന്ന തരത്തിൽ കണ്ടെത്തിയ ആളാകട്ടെ കഴിഞ്ഞ ദിവസം ഡിണ്ടിഗലിൽ മാധ്യമ പ്രവർത്തകരോട് വീണ്ടും ആവർത്തിച്ചത് താൻ ഡി മണി അല്ല എന്ന കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം തൻ്റെ നിസ്സഹായാവസ്ഥ പറയുന്ന തരത്തിലാണ് പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്, അത് തിരിച്ചറിയേണ്ടതുണ്ട്. ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കി ഈ കേസിൽ തന്നെ പീഡിപ്പിച്ചാൽ താൻ ജീവനെടുക്കുമെന്ന നിലയിലൊക്കെയാണ് ഇപ്പോഴുള്ള വ്യവസായിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. മാത്രമല്ല സ്വർണ്ണ വജ്ര ഇടപാടുകളൊന്നും തനിക്കില്ല, താൻ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ വ്യവസായി വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും മറ്റൊരാളാണ് ഡി മണിയെങ്കിൽ ഈ ഒരു കാലതാമസം ഈ അന്വേഷണത്തെ വലിയ തോതിൽ പിന്നീട് പ്രതികൂലമായി ബാധിച്ചേക്കും എന്ന ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അനുശ്രീ, ശരി, വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നു മുതൽ. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത്. ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും സംസ്ഥാന നേതൃത്വം ഫലം വിലയിരുത്തുക. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നുമാണ് CPI ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം. വാക്സാമർഥ്യം കൊണ്ട് കണക്കുകൾ നിരത്തി പരാജയം മറച്ചുവെക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ CPI സംസ്ഥാന കൗൺസിലും ചേരും. കോൺഗ്രസിനെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി SDPI. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള സമീപനമാണ് SDPI സ്വീകരിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് പറഞ്ഞു. BJP അകറ്റി നിർത്താൻ രണ്ട് മുന്നണികളും രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിയില്ല. CPM SDPI BJP പിന്തുണ വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് തന്നെ വിരോധാഭാസമാണ്. പാങ്ങോട് പഞ്ചായത്തിൽ പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത്. കോട്ടാങ്ങലിൽ കോൺഗ്രസിനെ പിന്തുണച്ചത് BJP ഒഴിവാക്കാനാണെന്നും SDPI നേതൃത്വം വിശദീകരിക്കുന്നു. അതേസമയം SDPI പിന്തുണച്ചതിന് പിന്നാലെ രണ്ടിടത്തും കോൺഗ്രസ് സ്വന്തം പ്രസിഡന്റുമാരെ രാജിവെപ്പിച്ചിരുന്നു. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു സമീപനം. മറ്റൊന്ന്, ചില പഞ്ചായത്തുകളിൽ LDF UDF മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെ ഒരു ഭരണ അസ്ഥിരത ഇല്ലാതിരിക്കാൻ, ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനം നന്നായി നടക്കാനും ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണക്കുക എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്തുണച്ചപ്പോഴും അതൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൊടുത്തതായിരുന്നില്ല. പ്രാദേശികമായി അവിടുത്തെ ലീഡർഷിപ്പുമായി ഇരുന്ന് സംസാരിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ ഭരണ സംവിധാനം വരുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന
രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. പക്ഷേ കോൺഗ്രസും CPM-ഉം ഇപ്പോൾ നമുക്കറിയാം അവർ ഇന്ത്യ മുന്നണിയിലാണ്. ആ ഇന്ത്യ മുന്നണിയിൽ സഹകരിച്ചുകൊണ്ട് രാജ്യത്ത് BJP വരാതിരിക്കാൻ അവർ ഒന്നിച്ചു നിൽക്കുകയാണ്. രാജ്യവ്യാപകമായുള്ള പല തീരുമാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനമാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇപ്പോൾ KPCC ഇറക്കിയ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ പ്രസ്താവന തീരുമാനം അവർ പറയുന്നത് CPM, SDPI, BJP ഈ 3 കക്ഷികളുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അത് തന്നെ ഒരു വിരോധാഭാസമാണ്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് മാറ്റിവെച്ച പുല്ലൂർ പെരിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളും ഒരു BJP അംഗവും പങ്കെടുത്തില്ല. ഇതിനെ തുടർന്ന് യോഗം മാറ്റിവെച്ചു. 19 അംഗ പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 9 വീതം സീറ്റുണ്ട്. ഒരു സീറ്റ് BJPക്കാണ്. BJP അംഗം ആരെയും പിന്തുണച്ചില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായി തുടരുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കോൺഗ്രസിലെ ഉഷ എൻ നായരെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു വിഭാഗം കോൺഗ്രസുകാർ വാദിച്ചു. അതേസമയം കാർത്യായനിയുടെ പേര് മറുവിഭാഗം കോൺഗ്രസുകാർ ഉന്നയിച്ചു. ഇതോടെയാണ് തർക്കം തുടങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കർണാടക ഹൊൻസൂരിൽ തോക്ക് ചൂണ്ടി ജ്വല്ലറിയിൽ നിന്നും കോടികളുടെ വജ്രം കവർന്നു. കൊള്ളസംഘം പാണത്തൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായാണ് സംശയം. കാഞ്ഞങ്ങാട് ഉൾപ്പെടെ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയും നിരീക്ഷണവും തുടരുന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. മടിക്കേരി നഗരത്തിലുള്ള സ്കൈ ജ്വല്ലറിയിലാണ് തോക്കുമായി എത്തിയ സംഘം കവർച്ച നടത്തിയത്. 10 കിലോ സ്വർണം കവർച്ച ചെയ്തതായാണ് കരുതുന്നത്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. വലിയ തരത്തിലുള്ള ഒരു കവർച്ചയാണ് നടന്നിരിക്കുന്നത്. ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? ഈ പ്രതികളുടെ ചിത്രം അത് ജ്വല്ലറിയിലെ CCTV-യിൽ പതിഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഹൊൻസൂർ നഗരത്തിലെ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന മലയാളികളുടെ ഒരു കടയിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കവർച്ച നടന്നിരിക്കുന്നത്. അതായത് 5 കോടിയിലധികം രൂപയുടെ വജ്രാഭരണങ്ങൾ, ആ കടയിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ തോക്ക് ചൂണ്ടി ഈ സംഘം കവർ ചെയ്യുകയായിരുന്നു. അതായത് ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഭീതി സൃഷ്ടിച്ച്, അതായത് 2 തവണ ഇവർ വെടിയുതിർത്തു. പക്ഷെ ആർക്കും പരിക്കില്ല. അങ്ങനെ ജീവനക്കാരെ മുഴുവൻ ബന്ദികളാക്കി ഈ സംഘം സ്വർണം കവർ ചെയ്യുകയായിരുന്നു. ഏതായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ കടയുടെ അകത്തുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇതിൽ ഒരാളുടെ മുഖം ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് ധരിച്ചെത്തിയതാണ്. പക്ഷെ ഇയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ഹെൽമെറ്റ് അവിടെ തന്നെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇയാളുടെ മുഖം ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് മടിക്കേരി വഴി ഭാഗമണ്ഡലം വഴി കേരളത്തിലേക്ക്, കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായി സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയൊക്കെ വലിയ തോതിലുള്ള പരിശോധന അതിർത്തിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഹെൽമെറ്റും അതുപോലെ തന്നെ മാസ്കും ധരിച്ച് ആയിരുന്നു ഈ സംഘം എത്തിയത്. 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെയും മറ്റ് സെയിൽസ് സ്റ്റാഫിനെയും തോക്കു ചൂണ്ടി ഈ വജ്രാഭരണങ്ങൾ മുഴുവൻ കവർ ചെയ്തത്. ഈ കടയിലുണ്ടായിരുന്ന മുഴുവൻ വജ്രാഭരണങ്ങളും കവർ ചെയ്താണ് പോലീസ് പറയുന്നത്. ഇതിൽ ഒരു പക്ഷേ ഇതിലും കൂടുതൽ തുക ആയിരിക്കാം. ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ഒരു പരിശോധനയിൽ 5 കോടിയോളം രൂപയുടെ വജ്രാഭരണങ്ങൾ കവർ ചെയ്തതാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രധാനമായും ഇവിടെ ഹനുമന്ത ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത് വേളയായതുകൊണ്ട് തന്നെ പോലീസിന്റെ ശ്രദ്ധ ആ ഭാഗത്തായിരുന്നു. ഇത് ഹുൻസൂർ ബൈപ്പാസിലുള്ള ഒരു ജ്വല്ലറിയാണ്. ഈ ജ്വല്ലറി ഈ സമയത്ത് ഇന്നലെ വൈകിട്ടാണ്, ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജ്വല്ലറി മാത്രമേ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റു ജ്വല്ലറിയൊന്നും മറ്റു കടകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. കൃത്യമായ ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കി നടന്ന കവർച്ച എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊള്ളസംഘം പാണത്തൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായാണ് ഇപ്പോൾ പ്രധാനമായും സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ, അതായത് കർണാടക അതിർത്തി മടിക്കേരി നിന്ന് വരുന്ന ഭാഗമണ്ഡലം വഴി വരുന്ന പാണത്തൂർ കരിക്കൈ ചെക്ക് പോസ്റ്റിലൊക്കെ വലിയ തോതിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഏതായാലും ലഭിച്ചിട്ടുണ്ട്. ഈ മോഷ്ടാക്കളുടെ മുഖം ഇവർക്ക് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നുള്ള ആളുകളെന്ന് മനസ്സിലായിട്ടില്ല. ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും അതൊരു പക്ഷേ അന്വേഷണത്തെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും അത്തരത്തിലുള്ള സംസാരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ ജീവനക്കാരിൽ അസ്കർ എന്ന് പറയുന്ന മാനേജർ
ഈ സംഘത്തെ പിന്തുടർന്നിരുന്നു. ഇതിനുശേഷം ഈ ബൈക്കിൽ ഇതുമായി കടന്നു പോകുന്ന സംഘത്തെ പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണിത് ഈ കേരളത്തിലേക്ക് കടന്നായ ഒരു സംശയം വരുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയാളിയുടെ കടയാണ് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ ജ്വല്ലറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്ന കവർച്ച എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും 5 അംഗ സംഘത്തെ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് മൈസൂർ ഡിസ്ട്രിക്റ്റിനാണ് വരുന്നത്. പക്ഷെ നമുക്ക് കുടകിനോട് സമീപത്തായി വരുന്ന സ്ഥലമാണ്. രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പം ഈ കേരള വഴിയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ സംഭവത്തെ വിവരം പോലീസ് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ഈ സംഘത്തിലെ ആരും പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അനുശ്രീ, ബൈജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മോഷ്ടാക്കൾ കന്നഡയും ഇംഗ്ലീഷുമാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതാണോ, ഇനി ഇവർ മലയാളികളാണോ, അതുകൊണ്ടാണോ കാസർഗോഡേക്ക് കടന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇനി കാസർഗോഡ് മറ്റേതെങ്കിലും ബന്ധമുണ്ടോ, ഈ മോഷ്ടാക്കളിൽ പെടുന്ന ആരെങ്കിലും കാസർഗോഡ് ഉണ്ടോ, അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ ഇനി പോലീസ് എത്തേണ്ടതുണ്ടല്ലേ? തീർച്ചയായും അനുസരി ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെയാണ് അവർ സംസാരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയായിരിക്കാം, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനമായും ഈ മടിക്കേരി വഴി മാക്കൂട്ടം കരിക്കൈ ചെക്ക് പോസ്റ്റ് ഇതുവഴി കേരളത്തിലേക്ക് കടന്നായ ഒരു സംശയമാണ് പോലീസിനുള്ളത്. മറ്റ് സ്ഥലങ്ങളൊക്കെ പോലീസ് അരിച്ചു പറക്കിയിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ജ്വല്ലറിക്കകത്തുള്ള CCTVയിൽ കൃത്യമായ ഇവരുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ ഹെൽമെറ്റ് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. മാസ്ക് ഉണ്ടെങ്കിലും മുഖം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 5 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. കൂടുതൽ പേർ പുറത്ത് ചിലപ്പം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. വലിയൊരു പദ്ധതിയിട്ട ഒരു കൊള്ള സംഘം തന്നെയാണ് ഇത്. ഏതായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കവർച്ചയാണ്. തോക്ക് ചൂണ്ടി ജീവനക്കാരെ ബന്ദികളാക്കി, മാത്രമല്ല 2 തവണ വെടി ഉതിർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാനേജർ ഉൾപ്പെടെ, കടയുടെ മാനേജർ അസ്കർ ഉൾപ്പെടെ ഈ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ ഈ കവർച്ച മുതലുമായി പോകുന്ന ഇവരെ പിന്തുടർന്നിരുന്നു. പക്ഷേ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും പോലീസ് അരിച്ചു പെറുക്കിയാണ് പല ഭാഗങ്ങളിലും. അതോടൊപ്പം വ്യാപകമായ പരിശോധന ഇന്നലെ രാത്രിയും നടക്കുന്നുണ്ടായിരുന്നു. കേരള പോലീസിന്റെ കൂടി സഹായം കർണാടക പോലീസ് അപ്പോൾ തന്നെ തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരള പോലീസും അതീവ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് പാണത്തൂർ, രാജപുരം, അമ്പലത്തറ, കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനുകളാണ് ഈ ഒരു വഴി വരുന്നത്. മലയോര മേഖലയോട് ചേർക്കുന്ന സ്ഥലമാണ്. ഇതൊരു വനമേഖല കൂടിയാണ് കൊടക് ഭാഗങ്ങളൊക്കെ. ഈ കൊടക് ഭാഗങ്ങളിൽ ഈ ഭാഗത്തേക്കാണ് ഈ സംഘം എത്തിയത്. കൂടുതൽ CCTV പരിശോധിക്കേണ്ടതുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അവധിയാണ്. ഒറ്റപ്പെട്ട കടകളാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത്. എന്തായാലും ആ ഭാഗങ്ങളിലെല്ലാം CCTV പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ജ്വല്ലറിക്കകത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു സംഘം ഉണ്ടാകാം എന്ന ഒരു നിഗമനം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. SP, അതായത് മൈസൂർ SP വിഷ്ണുവർദ്ധൻ, അദ്ദേഹത്തിന്റെ കീഴിൽ 5 അംഗ പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനായി നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും സംസാരിച്ചത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന ഒരു നിഗമനം തന്നെയാണ് ഉള്ളത്. സാധാരണ നേരത്തെ നമ്മൾ പല കവർച്ചകളിലും കണ്ടതാണ് ഇത്തരത്തിൽ രീതി. ഇത് 5 കോടി നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 5 കോടിയോളം രൂപയാണ്. പക്ഷെ അതിലും കൂടുതൽ ഉണ്ടായേക്കാമെന്ന ഒരു സൂചനയുണ്ട്. ഏതായാലും കൃത്യമായ കണക്ക് ഇന്ന് മാത്രമേ പുറത്തു വരൂ. ഇവർക്ക് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഊർജിതമായ അന്വേഷണം ഈ പ്രതികൾക്കായി, കവർച്ചക്കാർക്കായി ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ജ്വല്ലറി ഉടമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? കാരണം ഈ ജ്വല്ലറിയെ പറ്റി കൃത്യമായി അറിയാതെ അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടത്താതെ ഇത്ര വലിയൊരു കവർച്ച നടത്തുക എന്നത് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ ജ്വല്ലറിയെ പറ്റി കൂടുതലായി അറിയുന്ന ആരെങ്കിലുമാണോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ? അത്തരത്തിൽ എന്തെങ്കിലും സംശയം ജ്വല്ലറി ഉടമയ്ക്കുള്ളതായി അറിവുണ്ടോ? അനുസരി ഈ മാനേജർ അസ്കർ എന്ന് പറയുന്ന ആളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ കടകളിലൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. ഇവരുടെ ഒരു ജ്വല്ലറി മാത്രമായിരുന്നു തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ഇത് പുതുതായി ആരംഭിച്ച ഒരു ജ്വല്ലറി കൂടിയാണ്. ഇവർക്ക് ആരാണ് ഈ സംഘം എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് പോലീസും പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നിന്നെത്തിയ സംഘമാകാം, അതല്ലെങ്കിൽ കൂടുതൽ പേർ പുറത്തുനിന്നുള്ളവരാകാം. വലിയൊരു സംഘം തന്നെ ഉണ്ടാകാം ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഒരു പക്ഷെ നേരത്തെ നടന്ന, നമുക്കറിയാം കർണാടകയിൽ ഇത്തരത്തിൽ തോക്ക് ചൂണ്ടി പല തരത്തിലുള്ള കവർച്ചകൾ നടത്തിയിരുന്നു. അതായത്
ബാങ്കിൽ നിന്നും പണം കൊണ്ടുപോകുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇതുപോലെ സുരക്ഷാ ജീവനക്കാരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തി വരെ കവർച്ച നടത്തിയ സംഘങ്ങളുണ്ടായിരുന്നു. ഇനി അത്തരം സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും ഈ സംഘം കേരളത്തിലേക്ക് കടന്നോ എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും വലിയ പരിശോധന നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത്. ഇന്നലെ രാത്രിയൊക്കെ ഈ അതിർത്തികളിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാണത്തൂർ, കരിക്കേം ഭാഗങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഈ കൊടക് ഇതിന് സമീപത്തുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും ഇന്നലെ അടച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാ മേഖലകളിലും പരിശോധന നടത്തുന്നു. 5 അംഗ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് സ്വർണം, ഇതിലും വജ്രാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കടയാണ്. ഇവർക്ക് പല തലത്തിൽ, അതായത് കർണാടകയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇവർക്ക് ശാഖ പ്രവർത്തിക്കുന്നുണ്ട്. മടിക്കേരിയിലുണ്ട്, അതുപോലെ തന്നെ മൈസൂരുവിലുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിൽ ഇവർക്കുണ്ട്. ഇതിപ്പോൾ അടുത്ത് പുതുതായി ആരംഭിച്ച ഒരു കടയാണ്. വലിയ തിരക്കുണ്ടാകുന്ന ഒൻസൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ ബൈപ്പാസിന് സമീപമുള്ള ഒരു കടയാണ്. ഇത് ഞായറാഴ്ച കൃത്യമായി തെരഞ്ഞെടുത്തു. ഈ കട തുറന്നു പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ, അതായത് പദ്ധതിയോടുകൂടി തന്നെയാണ്, ആസൂത്രണത്തോടുകൂടിയാണ് ഈ കവർച്ച നടത്തിയെന്ന് തന്നെയാണ് പോലീസ് നിഗമനം. എന്നാൽ പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് മൈസൂരു SP ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഊർജിതമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അനുശ്രീ. ശരി, KV ബൈജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മടിക്കേരിയിലാണ് വലിയ തരത്തിലുള്ള സ്വർണ്ണ കവർച്ച നടത്തിയിരിക്കുന്നത്. പ്രതികൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലേക്ക് പ്രതികൾ കടന്നിട്ടുണ്ട്, കാസർഗോഡേക്ക് പ്രതികൾ കടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നഷ്ടമുണ്ടായെന്ന് ആദ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ. നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒടുക്കം പാകിസ്ഥാൻ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി 11ഓളം മിസൈലുകളായിരുന്നു, 11ഓളം വ്യോമതാവളങ്ങളായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നത്. അതിലൊന്നിലാണിപ്പോൾ ആക്രമണം വലിയ തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അനുശ്രീ, 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 26ഓളം സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മെയ് 7-നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഭീകര താവളങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണം. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലേക്കും ഇന്ത്യയുടെ ഡ്രോണുകൾ, മിസൈലുകൾ പായുന്ന കാഴ്ച അന്ന് കണ്ടതാണ്. ലോകരാജ്യങ്ങൾ പോലും പാകിസ്ഥാനുണ്ടായ കനത്ത നാശം, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 9ഓളം ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാൻ ഉള്ളിൽ കയറി തകർത്തത് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 11ഓളം പാക് വ്യോമതാവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടവും ഉണ്ടായില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് പാകിസ്ഥാൻ പ്രകടിപ്പിച്ചിരുന്നത്. 80-80ഓളം ഡ്രോണുകൾ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന് പാക് വിദേശകാര്യമന്ത്രിയും അവിടുത്തെ പാക് ഉപപ്രധാനമന്ത്രിയും ആയ ഇഷാഖ് ദാർ സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സമ്മതം, തങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്നുള്ള കാര്യം പാകിസ്ഥാൻ സമ്മതിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാൻ ഈ സൈനിക താവളത്തിലുണ്ടായിരുന്ന പാക് സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യവും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഡിസംബർ 27-ന് ശനിയാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, അത് വർഷാവസാനം നടക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഡ്രോണുകൾ റാവൽപിണ്ടിയിലെ ചക്ലായിലുള്ള നൂർ ഖാൻ വ്യോമത്താവളം ആക്രമിച്ചതായും അതിൽ സൈനിക സൗകര്യങ്ങൾക്കടക്കം വലിയ നാശനഷ്ടമുണ്ടായതായും വിദേശകാര്യമന്ത്രി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും ദാർ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും ഇന്ത്യയുടെ ആക്രമണത്തെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുമായിരുന്നു ദാറിൻ്റെ ഈ സമ്മതം, ഈ കുറ്റസമ്മതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 80-ൽ 79 ഡ്രോൺ, അതായത് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ അയച്ചത് 80 ഡ്രോണുകളാണ്. അതിൽ 79 ഡ്രോണുകളും തടയാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഒരു ഡ്രോൺ മാത്രമാണ് ഇത്തരത്തിൽ വ്യോമത്താവളത്തിൽ പതിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും
നമുക്കറിയാം 11ഓളം വ്യോമത്താവളങ്ങൾ, അതായത് സർഗോദ, റാഫിക്, ജേക്കബാദ്, മുറിഡിക്ക് എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും ആ വ്യോമത്താവളങ്ങളൊക്കെ തകർക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോഴും അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അതിർത്തിയിലൊക്കെ വീണ്ടും ഭീകര താവളങ്ങൾ, കേന്ദ്രങ്ങൾ പുനർജനിപ്പിക്കാനുള്ള പ്രവർത്തികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങളും കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് അതോടുകൂടി ഈ ഇന്ത്യയുടെ ആക്രമണത്തിലൂടെ നാശനഷ്ടം കുറച്ചു കാട്ടാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ സൈനിക ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാന്റെ സമാർട്ട് ടൈംസ് വെബ്സൈറ്റ് 2025 ഓഗസ്റ്റ് 14 അവരുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട 138 ധീരത പുരസ്കാര ജേതാക്കളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഏതാണ്ട് 400 മുതൽ 500 വരെ ആളുകൾ അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കും. അതായത് ഔദ്യോഗികമായി പറയുന്നത് ഇത്രയധികം ആളുകളാണെങ്കിൽ പോലും 400 മുതൽ 500 വരെ സൈനികർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് KJS ധില്ലന്റെ ഒരു വിലയിരുത്തൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും നൂർഖാൻ വ്യോമത്താവളത്തിലെ ആക്രമണം ഷഹബാസ് ഷെരീഫ് നേരത്തെ സംബന്ധിച്ച ഒരു പശ്ചാത്തലം നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അത്തരത്തിൽ വളരെ നിർണായകമായ പാകിസ്ഥാന്റെ ഈ സമ്മതം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധയിലടക്കം വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ നേരത്തെ എടുത്തിരുന്ന നിലപാടിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു മന്ത്രി, വിദേശകാര്യമന്ത്രി തന്നെ പറയുന്നത് പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടം ചെറുതൊന്നുമല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ്. അനുശ്രീ, കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന വർഗീയാക്രമണത്തെ ഭയാനകമെന്ന് വിശേഷിപ്പിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. സംഭവങ്ങളെ അമേരിക്ക അപലപിച്ചു. തൊഴിലാളിയായ ഹിന്ദുമത വിശ്വാസി ദിബു ചന്ദ്രദാസിന്റെ ആൾക്കൂട്ട കൊലപാതകത്തെയും അപലപിച്ചു. മതപരമായ വിദ്വേഷത്തിനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. മ്യാൻമറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും പ്രതിപക്ഷ പാർട്ടികളും. 2021 നടന്ന അട്ടിമറിയിലൂടെ മ്യാൻമറിലെ സൈന്യം നോബൽ സമ്മാന ജേതാവ് ഓങ് സാങ് സൂകിയുടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് നടന്നത്. പ്രാരംഭഘട്ട വോട്ടിംഗിന് ശേഷം ജനുവരി 11-നും 25-നും 2 റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. അതേസമയം 65 ടൗൺഷിപ്പുകളിൽ മൊത്തത്തിൽ വോട്ടെടുപ്പ് റദ്ദാക്കിയിരുന്നു. 2020 നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ശേഷം സൈന്യം പുറത്താക്കിയ ഓങ് സാങ് സൂകി ഇപ്പോഴും തടങ്കലിൽ കഴിയുകയാണ്. സൂകിയുടെ പാർട്ടിയും പിരിച്ചുവിട്ടിരിക്കുന്നു. രാവിലെ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയിൽ മികച്ച പുരോഗതി കൈവരിക്കാനായെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിൽ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Our meeting was excellent. We covered, somebody would say 95%, I don't know what percent, but we have made a lot of progress on ending that war, which is really certainly the most deadly war since World War II, probably the biggest war since World War II. And I want to thank Steve Witkoff, who's here, and I'd like to thank Jared, who's here someplace. Thank you, Jared. Thank you, Steve. What a great job you've done. Maybe you want to say a few words, and then we'll speak over the next couple of weeks. We'll speak probably quite a bit, but we'll speak tomorrow. Thank you very much. Appreciate it. Thank you so much, Mr. President. Thank you. Thank you for everything. Dear colleagues, first of all, I would like to thank President Trump for a great meeting at this amazing place in his home in Mar-a-Lago. And we had a really great discussions on all the topics. We appreciate the progress that was made by American and Ukrainian teams in these recent weeks. Special thanks to Steve Witkoff and Jared Kushner, and thank you to for their engagement and full commitment, and also to our team. ചർച്ചയ്ക്ക് മുൻപ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് 2 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ ചർച്ചയ്ക്ക് മുൻപ് തന്നെ മഞ്ഞുരുകലിന്റെ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. ഫോണിൽ 2 മണിക്കൂറോളം ഇരുവരും സംസാരിച്ചു. അപ്പോൾ തന്നെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ? എന്തൊക്കെയാണ് എടുത്ത തീരുമാനങ്ങൾ?
ദീർഘകാലമായി ഈ യുദ്ധം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയ കഠിന പരിശ്രമത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, യുക്രൈനിൽ അമേരിക്കയ്ക്ക് ഏറെ താല്പര്യങ്ങളുണ്ട്. അവിടുത്തെ ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിൻ്റെയൊക്കെ ഇഷ്ടങ്ങൾ നമുക്കറിയാം. അവിടെയാണ് രണ്ടാം ഘട്ട ചർച്ച ട്രംപ് തന്നെ മുൻകൈയെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഫ്ലോറിഡയിലെ മാർ എ ലാഗോയിലെ ട്രംപിൻ്റെ വളരെ പ്രധാനപ്പെട്ട വസതിയിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ അനുശ്രീ പറഞ്ഞതുപോലെ ഇതിന് മുൻപ് ഈ ചർച്ചയ്ക്ക് മുമ്പ് 2 മണിക്കൂറോളം പുടിനുമായി ദീർഘനേരത്തെ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് ഏർപ്പെടുകയും ഈ 20 ദിന സമാധാന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിട്ടുവീഴ്ചകൾക്ക് സമ്മതിക്കണം എന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്തു. അത്തരത്തിൽ പുടിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായതോടുകൂടിയാണ് ഈ ചർച്ചകളിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായി പറഞ്ഞത്, പുടിനുമായി ഫലപ്രദമായ ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന് ട്രംപ് ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചപ്പോൾ തന്നെ ഇതിനൊരു ഫലവത്താകാൻ പോകുന്നു എന്നൊരു സൂചനകളും മറ്റും ഉണ്ടായിരുന്നു. 20 ദിന സമാധാന പദ്ധതിയിൽ മികച്ച പുരോഗതി കൈവരിക്കാനായി എന്നാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ട്രംപും ഒപ്പം സെലൻസ്കിയും പറഞ്ഞത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിൻ്റെ റിസോർട്ടിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാ വിഷയങ്ങളിലും വിശദമായ ചർച്ച നടത്തി എന്ന് ട്രംപ് പറഞ്ഞു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലുതും മാരകവുമായ യുദ്ധമെന്നാണ് ട്രംപ് യുക്രൈൻ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളുണ്ടായെന്ന് ട്രംപ് സമ്മതിക്കുകയുണ്ടായി. പക്ഷേ ചർച്ചകളിൽ ആശാവഹമായ പുരോഗതിയുള്ളത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ് എന്നും ട്രംപ് പറയുകയായിരുന്നു. ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏക പ്രശ്നം എന്ന് ട്രംപ് പറയുകയുണ്ടായി. അതായത് 20 ദിന സമാധാന നിർദ്ദേശങ്ങളിൽ അത് ട്രംപ് മുന്നോട്ട് വെച്ചതാണ്. 20 ദിന സമാധാന നിർദ്ദേശങ്ങളിൽ 90% ധാരണയായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൽ സ്വതന്ത്ര വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ജനുവരി അവസാനം വീണ്ടും ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടി കാണും, ഈ വിഷയം കൂടി പരിഹരിക്കത്തക്ക വിധത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ചർച്ചയ്ക്ക് മുൻപ് വിവിധ ലോക നേതാക്കളുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബ്, പോളണ്ട് പ്രസിഡന്റ് കരോൾ നവറോക്കി, നോർവീജിയൻ പ്രധാനമന്ത്രി ജൊനാസ് ഗഹർസ്റ്റോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് എന്നിവരുമായി സംസാരിച്ചു. കൂടാതെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസോല വോൺ ഡെയർ എന്നിവരുമായും ഫോണിൽ ട്രംപ് സംസാരിച്ചു. അതായത് ദീർഘനേരത്തെ ഒരു വലിയ ശ്രമം ഈ വിഷയം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ശാശ്വതമായ സമാധാനം കൈവരിക്കുക എന്നാണ് തൻ്റെ ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇനിയും ജനുവരിയിൽ വാഷിംഗ്ടണിൽ യൂറോപ്യൻ നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഒരു ചർച്ച സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ പുടിനുമായുള്ള സംഭാഷണത്തിലും വലിയ സന്തോഷം ട്രംപ് പങ്കുവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ട്രംപിൻ്റെ ഈ നിർദ്ദേശപ്രകാരം യുക്രൈൻ സമാധാന പദ്ധതി പ്രകാരം നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ ഡോൺബാസ്, ക്രിമിയ തുടങ്ങിയ പ്രദേശങ്ങൾ യുക്രൈൻ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാം. അതാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ച പല കാര്യങ്ങൾ. പക്ഷേ അക്കാര്യത്തിലും ഇപ്പോൾ സെലൻസ്കി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരില്ല എന്ന ഉറപ്പ് നൽകണം എന്നും ഉള്ള കടുംപിടുത്തിലാണ് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ കുറഞ്ഞത് 20 വർഷത്തേക്കെങ്കിലും നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിൽ നിന്ന് യുക്രൈൻ പിന്മാറണം എന്നുള്ള ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു ധാരണയിലെത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആശാവഹമായ പുരോഗതിയെന്നും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നുള്ള ആത്മവിശ്വാസം ട്രംപ് പ്രകടിപ്പിച്ചത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തുകയും കനത്ത നാശനഷ്ടം വിതയ്ക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ ചർച്ചകൾ എന്നതും ശ്രദ്ധേയമാണ്. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വിമാനത്തിൽ ഓരോ രാജ്യങ്ങളിലേക്ക് എത്തുന്ന കുടുംബം, പിന്നെ കയ്യിൽ കരുതിയിട്ടുള്ള സൈക്കിളിൽ ആ നാട്ടിൽ ചുറ്റി സഞ്ചാരം. നെതർലൻഡിൽ നിന്നുള്ള കുടുംബം ഇതുവരെ യാത്ര ചെയ്തത് 40ഓളം രാജ്യങ്ങളിലാണ്. ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത് ഇടുക്കിയിലാണ്. നെതർലാൻഡ് സ്വദേശികളായ മാക്സ്, ഭാര്യ സൂസൻ, മകൻ സാം എന്നിവരാണ് സൈക്കിളിൽ ലോകം ചുറ്റുന്നത്. പോകുന്ന രാജ്യങ്ങളിലെല്ലാം ഇവർ സൈക്കിളും കൊണ്ടുപോകും. അവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കറക്കം ഈ സൈക്കിളുകളിലാണ്. രണ്ട് സൈക്കിളുകളിൽ ഒന്നിൻ്റെ പിറകിലായി കുട്ടിക്ക് വേണ്ടി പ്രത്യേക സീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. സൈക്കിളിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടി ഉറങ്ങാൻ നേരമാകുമ്പോൾ പിന്നിലെ സീറ്റിലേക്ക് മാറ്റും. 40ഓളം രാജ്യങ്ങൾ ഇവർ സന്ദർശിച്ചു.
എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഒപ്പം കരുതിയിരിക്കുന്ന സൈക്കിളുകളിലായാണ് തുടർന്നുള്ള യാത്രകൾ നടത്തുന്നത്. Hi, I'm Max. I'm from the Netherlands, and I came to India for cycling, and my experience so far is amazing. The people in Kerala are beautiful people. They are so kind, helpful. They greet along the way. They tell me 1,000 times Happy Christmas, and cycling here makes us really happy. So we're happy to be here, and yeah, it's a beautiful experience. ഒരാഴ്ച മുൻപ് കൊച്ചിയിലെത്തിയ ഇവർ ചെറായി, തൃശൂർ, അതിരപ്പള്ളി എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് തട്ടേക്കാട്ടെത്തിയത്. ഇവിടെ പക്ഷി നിരീക്ഷണമെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി. അധ്യാപന IT മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഏതാനും ദിവസങ്ങൾ കൂടി കേരളത്തിൽ തങ്ങിയ ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ നെതർലൻഡ്സിൽ നിന്ന് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുവാനായിട്ട് നമ്മുടെ മാക്സ്, അദ്ദേഹത്തിൻ്റെ വൈഫ് സൂസൻ, ഒരു മകനുണ്ട് സാം. അവർ ഇന്നലെയാണ് തട്ടേക്കാട് സാഞ്ചുറിയിൽ എത്തിയത്. ഇവർ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. നമുക്ക് കേരളത്തിലെ എല്ലാ യങ് ജനറേഷനും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്കൊരു പ്രചോദനമാകുന്ന രീതിയിൽ സൈക്കിളിലാണ് അവരുടെ സഞ്ചാരം. ഏകദേശം എനിക്ക് തോന്നുന്നത് 40 രാജ്യങ്ങളിലായിട്ട് ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു. 40 രാജ്യങ്ങളിൽ സൈക്കിളിൽ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത്. ഇദ്ദേഹം ഒരു ടീച്ചറാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. അത് 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് സൈക്കിളിലാണ്. സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു കുടുംബം. കേരളം അതിസുന്ദരമായ പ്രദേശമാണെന്നും ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമായെന്നും മാക്സ് പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-നാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. കേരളത്തിന്റെ അധികാര ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വയനാട്. നൂറ്റാണ്ടുകളോളം പാർശ്വവൽക്കരിക്കപ്പെട്ട പണിയ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായ ഒരു വ്യക്തി നഗരസഭ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൽപ്പറ്റ നഗരസഭയുടെ അമരക്കാരനായി P. വിശ്വനാഥൻ ചുമതലയേൽക്കുമ്പോൾ അത് സാമൂഹിക നീതിയുടെ പുതിയൊരു നാഴികക്കല്ലാവുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം ഇനി. അടിമത്തത്തിൻ്റെ കറുത്ത പാടുകൾ മായ്ച്ചുകൊണ്ട് അധികാരത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് കൽപ്പറ്റ നഗരസഭാ പിതാവ് P. വിശ്വനാഥൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി പണിയ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നഗരസഭാ പിതാവായി അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞു. അതിജീവനത്തിൻ്റെ അടയാളമായി മാറിയ ആ വിശേഷങ്ങളിലേക്ക്. വയനാടിൻ്റെ മണ്ണിൽ കാലങ്ങളായി അധ്വാനിക്കുകയും എന്നാൽ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും എന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥയാണിത്. പരിമിതികളുടെയും അവഗണനകളുടെയും കയ്പുനീർ കുടിച്ചു വന്ന പണിയ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നാണ് P. വിശ്വനാഥൻ എന്ന നേതാവ് ഉയർന്നു വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവർ എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും നഗരത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ദൂരം ഒട്ടേറെ പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്. കൽപ്പറ്റ നഗരത്തിലെ എടഗുനി ഡിവിഷനിൽ നിന്നും ജനവിധി തേടി നഗരസഭയുടെ അധ്യക്ഷ പദവിയിൽ എത്തുമ്പോഴും വിശ്വനാഥൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒരു കൊച്ചു വീടിൻ്റെ മൺചുമരുകൾക്കുള്ളിൽ നിന്നുമാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്കും ഭരണ ദൗത്യങ്ങൾക്കും നിറം പകരുന്നത്. തൻ്റെ ജനതയുടെ വേദനകൾ നേരിട്ടറിഞ്ഞ ആ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിശ്വനാഥൻ സംസാരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും കുട്ടികളടക്കം പെങ്ങളും താമസിക്കുന്നുണ്ട്. വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബാംഗങ്ങളാണ്, വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഞങ്ങൾക്ക് ഫീലായി തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഈ കുരുന്തൻ ഉന്നതി എന്നാണ് ഈ ഉന്നതിയുടെ പേര് തന്നെ. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ വയനാട്ടിലുള്ള കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്കുണ്ട്. അതിനൊക്കെ ഒരു മോചനം വരണമെന്നതാണ് എൻ്റെ സ്വപ്നം. എന്ത് പ്രശ്നമുണ്ടായാലും ജാതിയോ മതമോ നോക്കാതെ ജനങ്ങളിലേക്ക് ഓടിയെത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടാണ് വിശ്വനാഥന് ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യം തോന്നിയത്. സാധാരണക്കാരൻ്റെ വേദനകൾക്ക് പരിഹാരം കാണാൻ അധികാരം ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും പിന്നോക്ക വിഭാഗങ്ങളെ സ്വയം പര്യാപ്തരാക്കുമെന്നുമാണ് വിശ്വനാഥൻ്റെ പക്ഷം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് കൽപ്പറ്റയുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി നിൽക്കുന്ന ഈ ഒരു സമയത്ത്
ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും വലിയൊരു വികസന നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ എന്നെപ്പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് കുടുംബാംഗങ്ങൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. 2-3 കുടുംബാംഗങ്ങളായിട്ടൊക്കെ ഒരു വീടിനകത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവരുടെയൊക്കെ വീടും അതുപോലെ തന്നെ ഭൂമി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുന്നിലേക്കുണ്ട്. കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഇപ്പോഴും ആദിവാസി ജനവിഭാഗങ്ങളടക്കം എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതിൽ നിന്നെല്ലാം അവർ സ്വയം മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടി ഏത് സമയത്തും എന്നെ ആർക്കും വേണമെങ്കിൽ സമീപിക്കാം. വിശ്വനാഥന്റെ ഈ വലിയ വിജയത്തിൽ ഇന്ന് ഏറെ വികാരധീയനായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും മകനെ ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചതിലുള്ള അഭിമാനം ആ പിതാവിന്റെ കണ്ണുകളിൽ കാണാം. മകന്റെ ഉയർച്ചയെക്കുറിച്ചും നാടിന്റെ അംഗീകാരത്തെക്കുറിച്ചും പറയുമ്പോൾ തികച്ചും വികാരനിർഭരമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു കഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ആയി വരാൻ. കുറേ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ആയി കിട്ടാൻ. മാതാപിതാക്കളും ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് വിശ്വനാഥന്റെ ലളിതമായ കുടുംബം. ഔദ്യോഗിക പദവികൾക്കിടയിലും തന്റെ പഴയ സുഹൃത്തുക്കളെ വിശ്വനാഥൻ മറന്നില്ല. സഹപാഠികൾ ഒരുക്കിയ ചടങ്ങിൽ അവരോടൊപ്പം ചേർന്ന് അദ്ദേഹം ആലപിച്ച ഗാനം ഏറെ വൈകാരികമായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾക്കിടയിൽ ശബ്ദമടഞ്ഞും ഇടറിയുമാണ് അദ്ദേഹം പാടിയതെങ്കിലും ആ വരികളിലെ വികാരം അവിടെ കൂടിയവരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട തൻ്റെ ജനതയെക്കുറിച്ച്, ആദിവാസികളുടെ അതിജീവനത്തെക്കുറിച്ച് അദ്ദേഹം പാടിയപ്പോൾ അതൊരു നാടിൻ്റെ തന്നെ വേദനയായി മാറി. മുറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മേനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ, വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ, വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ, കറ്റമെതിച്ചോരാ ഒരു പിടി വറ്റു കൊതിച്ചോരാ, കറ്റമെതിച്ചോരാ ഒരു പിടി വറ്റു കൊതിച്ചോരാ. ഭരണത്തിന്റെ ഗൗരവവും സാധാരണക്കാരന്റെ കരുതലും ഒരുപോലെ കൈമുതലാക്കിയ പി വിശ്വനാഥൻ കൽപ്പറ്റയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുകയാണ്. വികസനത്തിന്റെ പുതിയ പാതകൾ അദ്ദേഹം വെട്ടിത്തുറക്കുമെന്ന് ഓരോ പൗരനും പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് വിശ്വനാഥന്റെ ഈ പുതിയ പദവി. കൽപ്പറ്റ നഗരസഭയുടെ വികസനത്തോടൊപ്പം തന്നെ തൻ്റെ ജനതയുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടാണ് വിശ്വനാഥന്റെ പ്രവർത്തനം. കൽപ്പറ്റയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. മലപ്പുറം പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി ജനമൈത്രി സമിതിയും ചേർന്ന് തവന്നൂരിലുള്ള പ്രതീക്ഷാ ഭവനിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തി. തവന്നൂരിലുള്ള പ്രതീക്ഷാ ഭവനിൽ ആണ് പുതുവത്സരാഘോഷവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചത്. പ്രതീക്ഷാ ഭവനിലെ 100ഓളം വരുന്ന കുട്ടികളോട് ഒന്നിച്ച് കേക്ക് മുറിച്ചു. തുടർന്ന് പ്രതീക്ഷാ ഭവനിലെ കുട്ടികളുടെയും ജനമൈത്രിയിലെയും പൊന്നാനി പോലീസിലെയും അംഗങ്ങളുടെയും കലാപരിപാടികൾ നടന്നു. തുടർന്ന് പ്രതീക്ഷാ ഭവനിലെ കുട്ടികൾക്ക് വസ്ത്രവിതരണവും ഉച്ചഭക്ഷണവും നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം പൊന്നാനി CI അഷ്റഫ് നിർവഹിച്ചു. ഇനി ഇന്ന് ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യൽ ഡേയിലേക്ക് തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശിയായ ടിൻഡുവിന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അനീഷ്, സനൽ, ശരത്ത്, പ്രതീഷ്, ചന്തു, വിപിൻ, മഹേഷ്, സജു, ജിത്തു, പ്രവീൺ, കിച്ചു, ബിനു, ഉണ്ണിക്കുട്ടൻ എന്നിവരൊക്കെയാണ്. ടിൻഡുവിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.